എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫിനെ വരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇത്രയും ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാളും ഉണ്ടാക്കിയതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ സോയാബീൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അന്നേരം ഇത് പെട്ടെന്ന് തന്നെ സോക്ക്, ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സോക്കായി വരും. അതിനുശേഷം നമ്മൾ ഈ വെള്ളമെല്ലാം കളഞ്ഞ് ഞെക്കി നല്ല പോലെ പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇടാം. അതിനുശേഷം ഉപ്പിടുന്നവർക്ക് ഉപ്പിടാം ചെറിയ അളവില്. അതിനുശേഷം നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലൊന്ന് പാത്രത്തിൽ വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. അതേ സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ഒരു ചീനച്ചട്ടിയില് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് എണ്ണയ്ക്കകത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഒരു ചെറിയ ഇപ്പൊ ഇത്ര എരി നമുക്കറിയത്തില്ല. പച്ചമുളക് നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ അത്ര എരി അറിയത്തില്ല. അപ്പൊ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് സവാളയോ ഉള്ളിയോ ഇടാം. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സവാളയെക്കാളും ടേസ്റ്റ് നമ്മൾ ബീഫിനാണെങ്കിലും ചെറിയുള്ളിക്കല്ലേ അതിന് പ്രാധാന്യമുള്ളത്. അതേപോലെ തന്നെ ഇതിലും ചെറിയുള്ളി നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇടുന്നതായിരിക്കും ടേസ്റ്റ്. ഞാനിവിടെ ഒരു 20 ചെറിയുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. വഴറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സവാള ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇടാതെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ തക്കാളി അതിനൊരു പ്രത്യേക ഒരു തരം ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ചെയ്ത് നോക്കും, പിന്നെ നിങ്ങൾ എന്നും തക്കാളി ഇട്ടേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റും തക്കാളി ഇട്ട ശേഷം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തക്കാളിക്ക് ഉടഞ്ഞ് അതിൻ്റെ എല്ലാ മസാലയിലോട്ട് ബാക്കി ഉള്ളിയിലോട്ടെല്ലാം കൂടെ സവാളയുടെ നീരൊക്കെ പിടിച്ച് ഒരു കുഴമ്പ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അവസാനം നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പൊ എരിവ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കാരണം ചിലർക്ക് മല്ലിയുടെ ചവ പിടിക്കത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ഈ പൊടികൾ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് അടുത്ത പ്രോസസ്സിന് പോകരുത്. അത് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഇതേ സമയത്ത് നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ സോയാബീൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് നമ്മുടെ പച്ചമണം, നമ്മൾ പൊടിയെല്ലാം ചേർത്തില്ലേ, അതിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിനു ശേഷം ഈ സോയാബീനൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ വേവിച്ചിട്ട് നിങ്ങൾ ഈ മസാലയിലോട്ട് ഇടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ മസാലയെല്ലാം സോയാബീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നത്. കുറച്ചു നേരം നിങ്ങൾ ഇതുപോലെ തന്നെ വേറെ എണ്ണ ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ ഒന്ന് വഴറ്റണം. ഈ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി സോയാബീനിൽ ശരിക്കും മസാല പിടിച്ച് ഒരു റെഡിഷ് കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നിങ്ങൾക്ക് മാക്സിമം ഡ്രൈ ആയിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് മൊരിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എന്താ പറയാ, നമ്മൾ വഴറ്റി അതൊരു പരുവാകുമല്ലോ. നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് വേണ്ട ക്രിസ്പിനെസ് എത്രയാണെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ എണ്ണ ഒഴിച്ച് കുറച്ച് നേരം കൂടെ എപ്പോഴും ലോ ഫ്ലെയിം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പാത്രത്തിൽ അടിക്ക് പിടിക്കും.
അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം, അതുകൊണ്ട് തന്നെ ഞാൻ കുറേയേറെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കുരുമുളക് കൂടെ ചേർക്കണം. ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കുരുമുളക് ചേർക്കാവൂ. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര എടുത്ത് നിൽക്കത്തില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുരുമുളക് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് മൊരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിൽ പറയണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.